സ്പെഷ്യൽ പെർഫോമൻസുമായിട്ട് ഇങ്ങോട്ടേക്ക് കടന്നു വരാൻ പോകുന്നത് ഒരു മിമിക്രി ആർട്ടിസ്റ്റാണ്. ഞാൻ ഒരുപാടധികം വേദികളിൽ പെർഫോം ചെയ്തിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് കൂടിയാണ് അദ്ദേഹം. നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം അനു മൂവാറ്റുപുഴ. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ. താങ്ക് യു. അതെ, നമസ്കാരം. നമസ്കാരം. കോമഡി ഉത്സവം കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട്. പക്ഷെ ഐറ്റം വേറയിൽ നമ്മൾ ആദ്യമായിട്ടാണ് അല്ലേ? അതെ, ഐറ്റം വേറയിൽ ആദ്യമാണ്. എന്താണ് പുതിയത് നമുക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നത്? പുതിയത് എന്ന് പറയാം, ഒന്ന് പൊടി തട്ടി മിനുക്കി എടുത്തേക്കണ കുറച്ച് സംഭവങ്ങൾ. അപ്പൊ പഴയതാ അല്ലേ? അപ്പൊ പഴയതിന് പുതുമയുണ്ടല്ലോ എപ്പോഴും. പക്ഷേ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയേ. പക്ഷെ പെർഫെക്ഷൻ 100%. അയ്യോ, ഞാൻ വെയിറ്റ് ചെയ്യാൻ കാണാൻ. ഓക്കെ. അപ്പൊ മീനാക്ഷി, നമ്മുടെ ഈ ഐറ്റം വേറയുടെ ഈ ഫ്ലോറിൽ മീനാക്ഷിക്ക് ഒരു ദിവസം വരാൻ പറ്റിയില്ല. അങ്ങനൊന്നും പറ്റത്തില്ല, ഞാൻ എല്ലാ ദിവസം വരാറുണ്ട്. അല്ല, അത് അഥവാ വരാൻ പറ്റിയില്ല എന്തെങ്കിലും ഒരു അർജന്റ് ആയിട്ട്. അപ്പൊ ആ ഒരു ടൈമിൽ നമുക്കൊരു ആങ്കറെ വേണം. അപ്പൊ ഡയറക്ടർ വിളിച്ചു, നമുക്ക് അത്യാവശ്യം ഒരു ആങ്കറെ വേണമെന്ന് പറഞ്ഞു. കേൾക്കുമ്പോ തന്നെ ഒരു വേദന. എന്നാലും അല്ല, നമുക്ക് ലേഡീസ് ആങ്കർ വേണ്ട. അപ്പൊ അങ്ങനെ ഇവിടെ വന്ന് ചെയ്യാൻ പറ്റിയത് മലയാള സിനിമയിൽ നല്ല ഗാംഭീര്യ ശബ്ദവും നല്ല പേഴ്സണാലിറ്റിയും ഒക്കെ ഉള്ള ചെറുപ്പക്കാരനൊക്കെ ആയിട്ടുള്ള ഒരു താരമുണ്ട്. നമ്മുടെ മിമിക്രിയിൽ നിന്ന് തന്നെ എത്തിയ ഒരു താരമാണ്. കലാഭവൻ നാരായണൻ കുട്ടിച്ചാട്ടൻ. നാരായണൻ കുട്ടിച്ചാട്ടൻ നമുക്ക് ഇങ്ങോട്ട് ക്ഷണിക്കാം. ഞാൻ ലീവാണ്, ഞാനങ്ങ് മാറി. ഓക്കെ, കുറച്ചു നേരം മാറി. ഹലോ, ഹലോ. ഐറ്റം വരെ പരിപാടി 7-ാം ദിവസം ആരംഭിക്കാണ്. എൻ്റെ പൊന്നു പോണെ കുറച്ച് എക്കോയിട്ട്. അർജുന വേണ്ട എക്കോ വേണ്ട. പൊടി കഴിഞ്ഞ് ജെറ്റിയിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ പരിപാടിയുള്ള കാര്യം ഈ അർജുനനെ വിളിച്ചു പറഞ്ഞത്. തെറ്റിദ്ധരിക്കണ്ട, പോട്ട് തെറ്റിന്നാ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ വന്നു, ഇവിടെ പരിപാടി ചെയ്യാൻ പോവാണ്. നമ്മുടെ കാര്യക്കാരായിട്ടിരിക്കുന്നവരെ ക്ഷണിക്കണ്ടേ? നഷീറേ, എന്നൊരു സുഖമല്ലേ? എന്തോരും പരിപാടി ചെയ്തിട്ടുണ്ട് ഇവരൊക്കെയായിട്ട്. ആള് ഭയങ്കര കോമഡിയാ, ഇരിപ്പിച്ച് കൊല്ലില്ല നമ്മളെ. പരിപാടിയില്ല ഇവിടെ ഉക്കില്ല. ഒരുപാട് പരിപാടി തരാന്നൊക്കെ പറയും, ഇവിടെ തന്നിട്ടില്ല. തന്നിട്ടില്ല. പിന്നെ ആ താടി വെച്ച മോഹൻലാൽ, സോറി ഷാനു, അവിടെ ഇട്ടില്ല. ഇതുപോലെ തന്നെ പരിപാടി തരാന്ന് പറയും. ശരിയല്ലേ? എന്തായാലും പരിപാടി ഗംഭീരമാവട്ടെ. ഇവിടെ വന്ന എല്ലാ കണ്ടസ്റ്റൻസിനും എൻ്റെ എല്ലാവരും ആശംസകളും ഞാൻ ഫയർഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട് ഈ തീ എന്ന് കടത്താൻ വേണ്ടി. അപ്പോൾ താങ്ക് യു വെരി മച്ച്. അടിപൊളി. നമ്മുടെ മിമിക്രിയിൽ കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. നമ്മുടെ പ്രിയപ്പെട്ട നസീറയ്ക്ക് ഇവർക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മുടെ വിട്ടുപിരിഞ്ഞുപോയ കുറച്ച് താരങ്ങളുണ്ട്. ഞാൻ മൂവാറ്റുപുഴക്കാരനാണ്. മൂവാറ്റുപുഴയിൽ തന്നെ 2 പ്രഗത്ഭരായ താരങ്ങളുണ്ടായിരുന്നു. അതിൽ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാറുള്ള ആളാണ് സാഗർ ഷിയാസ്. പ്രിയമുള്ളവരെ, ഞാൻ നിങ്ങളുടെ സാഗർ ഷിയാസ്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നാദർഷയുടെ ഒരു 2 വരി പാരടി നിങ്ങൾക്ക് വേണ്ടി. ശബ്ദം എൻ്റെ കിണറിനടിയിൽ ഇടയ്ക്കിടയ്ക്കൊരു തിരയിളക്കങ്ങൾ. വാട്ട് ഈസ് ഇളക്കം? അതുപോലെ തന്നെ മിമിക്രിയിൽ തന്നെ ഏറ്റവും പ്രഗത്ഭനായ താരം, ഞാനൊക്കെ അനുകരിച്ചു വന്നത് അദ്ദേഹത്തിൻ്റെ ഒക്കെ പഴയ ഓഡിയോ കാസറ്റുകൾ, ഇവരെല്ലാം ഉള്ള ഓഡിയോ കാസറ്റുകളുണ്ട്. അന്ന് ഏറ്റവും കൂടുതൽ അബീക്കയുടെ കാസറ്റുകൾ ഇറങ്ങുമായിരുന്നു. അപ്പോൾ അബീക്കയുടെ ശബ്ദം നനയിരിക്കാനുള്ള ശ്രമമാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട മൂവാറ്റുപുഴക്കാരൻ അബീക്ക. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളെ അബിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഈ മാഷക്കാർക്ക് ഓരോ പ്രത്യേകത ഉണ്ട്. കണ്ടാർന്നോ പക്ഷേ കേട്ടാർന്നോ എന്നൊക്കെ പറയുള്ളൂ. ഞങ്ങൾ ഈ ഓട്ഷ എന്ന് പറയില്ല, ഓട്ഷ, മനസ്സിലായ? അപ്പോൾ ഐറ്റം വേറയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു. ഇതുപോലെ അബീക്കയാണ് ആമിനത്താത്തയുടെ ഒക്കെ ഫിഗർ ഏറ്റവും ആദ്യം കൊണ്ടുവന്ന് വേദികളിലൊക്കെ ശ്രദ്ധേയമാക്കിയത്. ഈ അബീക്കയുടെ പിന്നെ ഉള്ള ഒരു തലമുറക്കാരനായിട്ട് വന്ന ഒരു ആളാണ് നമ്മുടെ പ്രിയപ്പെട്ട സാജു കുടിയൻ ചേട്ടൻ. അപ്പോൾ സാജു കുടിയൻ ചേട്ടൻ്റെ ശബ്ദം. എല്ലാവർക്കും നമസ്കാരം, സാജു കുടിയനാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ പെണ്ണുമ്പിള്ളേൻ്റെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾ ഈ ക്ലീൻ ഷേവ് ഒക്കെ ചെയ്ത് തന്നു കഴിഞ്ഞാൽ പ്രധാനമന്ത്രി വാജ്പേയി സാറിൻ്റെ ഒരു ഫിഗർ ഉണ്ട് പറയാറുണ്ട്. ശരിയല്ല, ഒരു ഫിഗറില്ല ശരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്താണ് ഞാനൊരു കാറ് വാങ്ങിയതും ഷാനോ ഒരു വീടൊക്കെ വെച്ചതും അങ്ങനെയാ. പിന്നെ
ഇമാരൊക്കെ വലിയ ഉള്ളികളായി പോയി, നമ്മളത് വിളിക്കില്ലാതെ. ഇതൊക്കെ പറഞ്ഞാലും നമ്മുടെ പഴയകാല നമ്മുടെ താരങ്ങൾ, മിമിക്രി താരങ്ങളെ ഇപ്പോൾ കുറച്ചൊക്കെ പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഉള്ളതിൽ തിളങ്ങി നിൽക്കുന്നൊരു യുവ താരമുണ്ട്, നമ്മുടെ പ്രിയങ്കരനായ വിഷ്ണു ഉണ്ണികൃഷ്ണൻ. നമ്മുടെ കട്ടപ്പനയിലെ കൃതിരോഷൻ. ശരിക്കും പറഞ്ഞാൽ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ ഒക്കെ കട്ടപ്പനയിലെ കൃതിരോഷൻ സിനിമ കണ്ടപ്പോൾ മനസ്സിലായത് പെരുമ്പാവൂരുമായിട്ട് അങ്ങനെ ഞങ്ങളുടെ ഒരു കേട്ടാർന്ന ഒരു സ്ലാഗ് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ കട്ടപ്പനയിലെ കൃതിരോഷനിലെ അദ്ദേഹം ചെയ്ത ഒരു ഡയലോഗാണ്: കണ്ണി കണ്ട പെമ്പിള്ളാരൊക്കെ ഏത് പാതിരാത്രി വിളിച്ചാലും നിനക്കൊക്കെ സൊള്ളാൻ സമയമുണ്ട്. അപ്പോൾ രണ്ടു വാക്ക് സംസാരിക്കാൻ പറ്റില്ല. സ്വന്തം അമ്മ വിളിച്ച വിഷമവും പരാതിയും ദേഷ്യവും. എന്തിനാണ് ആസപ്പ ഇങ്ങനെ അമ്മ വിളിക്കുമ്പോൾ ദേഷ്യപ്പെടണേ? അമ്മയെന്നൊന്ന് വിളിച്ചു കഴിയുമ്പോൾ ആ വിളി കേൾക്കാൻ ആരുമില്ലാത്തൊരു അവസ്ഥയുണ്ട്. അത് ഭയങ്കര സങ്കടമാണ്. എനിക്ക് ഒരു പ്രാവശ്യം പോലും വിളിക്കാൻ പറ്റിയിട്ടില്ല. നീ എൻ്റെ അമ്മയോട് ചൂടാകാനുള്ള ആസപ്പ. ഇങ്ങനെയുള്ള താരങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ സിദ്ദിഖ് ഇപ്പോൾ ദൃശ്യം 1 ഇറങ്ങി, 2 ഇറങ്ങി, ഇപ്പോൾ 3 ഇറങ്ങാൻ പോവുകയാണ്. ദൃശ്യം 1 അദ്ദേഹം ചെയ്ത നല്ലൊരു ക്ലൈമാക്സ് ഡയലോഗുണ്ട്. അപ്പോൾ സിദ്ദിഖ്: അമേരിക്കയിൽ ഞങ്ങളുടെ സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് വരുൺ എന്താണ് സംഭവിച്ചത് എന്നൊന്ന് അറിയണം തോന്നി. കാരണം ഓരോ ഫോൺ കോളുകളും ഓരോ കോളിംഗ് ബെല്ലുകളുമെല്ലാം അവൻ്റെ ശബ്ദമായിട്ടാണ് ഞങ്ങളുടെ കാതിൽ വന്ന് പതിക്കുന്നത്. ആ പ്രതീക്ഷയും നിരാശയൊക്കെ താങ്ങാനാവുന്നതുകൊണ്ട് ചോദിച്ചു പോകുക. ഞങ്ങളിനിയും അവന് വേണ്ടി കാത്തിരിക്കണോ? ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസം ഉണ്ടാവില്ലെന്ന്. എനിക്ക് മനസ്സിലാവും. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ. ആ ശബ്ദത്തില് ആ ഒരു കിതപ്പ്, ഒരു ഗ്യാസ്പിംഗ് ഇല്ല, ഒരു തേങ്ങല്, അതുപോലും കറക്റ്റ് ആയിട്ട് അടിപൊളി. അതുപോലെ നമ്മുടെ ലാലേട്ടൻ്റെ ഏറ്റവും ഹിറ്റായ സിനിമയാണ് തുടരും സിനിമ. ഈ തുടരും സിനിമയിലെ പ്രകാശ് വർമ്മ ചെയ്ത ആ കഥാപാത്രം ഒരുപക്ഷെ പ്രകാശ് വർമ്മയ്ക്ക് പകരം ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അദ്ദേഹം നല്ല മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന് പകരം നമ്മുടെ പ്രിയപ്പെട്ട ലാലു ലക്സേട്ടനായിരുന്നു ആ ഡയലോഗ് പറഞ്ഞ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവുന്നു? ജോർജ് സാറിന്റെ കഥാപാത്രമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട ലാലു ലക്സേ. 36 വർഷമായടാ ബെൻസേ ഞാൻ പോലീസില്. അതിനിടയിൽ അറിഞ്ഞും അറിയാതെയൊക്കെ ആയിട്ട് പല ചെറ്റത്തരങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനൊന്നും എനിക്കൊരു റിഗ്രറ്റും ഇല്ലടാ. 2 ദിവസം കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർഡായി DYSPയുടെ മെഡലും വാങ്ങി ഞാൻ ഇറങ്ങുമ്പോൾ ഇങ്ങോട്ട് നോക്കിയേ, ഈ ജോർജ് സാറ് പഴയ ജോർജ് സാർ തന്നെയാടാ. നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നേ? എന്നെയോ? എടാ, ഈ ജോർജ് സാർ നിന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടല്ലേ? ഇത് ഇങ്ങോട്ട് നോക്കിയേ, ഈ ജോർജ് സാർ നിന്നെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ടേ. ഈ ജോർജ് സാറിന് നീ ഇനിയും കുറെ അറിയാനുണ്ട്. നീയാ ഞാനൊരു കുറച്ച് സമയം കൊണ്ട് ഒരു മാറി വന്നിട്ട് ഈ കണ്ണടന്ന് പിടിക്കാവോ? കളയരുത്, പവർ ഗ്ലാസ് ആണ്. എനിക്ക് തിരിച്ചു പോകാനുള്ള, എനിക്ക് വഴി അറിയാൻ പാടില്ല, കളയത്തില്ല. അപ്പോൾ നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയങ്കരനായ മലയാള സിനിമയ്ക്ക് നികത്താൻ പറ്റാത്തൊരു വിടവ് ഉണ്ടാക്കി തന്ന ഒരു താരമാണ് നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചിൻ ഹനീഫ്. കാപ്പെടുക്കത്ത കാശ പേടിക്കണം. കീഴിക്കള്ളപ്പല്ല പപ്പണ്ട് ഏത് കള്ളപ്പത്തല്ല ആസപ്പെടുക്കണ്ട. ആസയുടെ പേരേട്ടാ നീ വെറുതെ കിടക്കും. ആസറ് ഈ ഐറ്റം പേരുണ്ടല്ലോ, സൂപ്പർ പരിപാടിയാ. ഇരിക്കണമാരുണ്ടല്ലോ, അതില് സൂപ്പറാ. അപ്പൊ എന്റെ എല്ലാവിധ ആശംസകളും. ആസറ പൊക്കട്ടെ, അതെ കുടിച്ചു. അടിപൊളി ചേട്ടാ, കിടിലം. അപ്പൊ ഒരുപാട് സന്തോഷം ചേട്ടാ, ഇരട്ടി സന്തോഷം നമുക്ക്.